അങ്ങനെ 17 വർഷത്തെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ICC T20 കിരീടം ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുന്നു. ഫൈനലിൽ ശക്തരായ ദക്ഷിണാഫ്രിക്കയെ 7 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ലോക ചാമ്പ്യന്മാരായത്. കൈവിട്ടുപോയെന്നു കരുതിയ മത്സരം ഇന്ത്യൻ ബൗളർമാർ തിരിച്ചുപിടിക്കുകയായിരുന്നു. ഫൈനൽ മത്സരത്തിന്റെ വീറും വാശിയും നിറഞ്ഞ മത്സരത്തിൽ അവസാന പന്തുവരെ കാത്തിരിക്കേണ്ടി വന്നു ഇന്ത്യക്ക് കിരീടമുറപ്പിക്കാൻ. ടോസ് നേടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ 7 വിക്കറ്റ് നഷ്ടത്തിൽ 176 റൺസായിരുന്നു നേടിയത്. ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുൾപ്പെടെ ഇന്ത്യയുടെ ആദ്യ 3 വിക്കറ്റ് എളുപ്പത്തിൽ നഷ്ടമായെങ്കിലും കോഹ്ലിയുടെ ഭേദപ്പെട്ട പ്രകടനമാണ് ഇന്ത്യയെ 176 എന്ന സ്കോറിലേക്ക് എത്തിച്ചത്. 59 പന്തിൽ കോഹ്ലി 76 റൺസാണ് അടിച്ചുകൂട്ടിയത്. 31 പന്തിൽ 47 റൺസ് എടുത്ത അക്സർ പട്ടേലിന്റെ പ്രകടനവും ശ്രദ്ധേയമായിരുന്നു. 20 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 169 റൺസ് എടുക്കാനേ ദക്ഷിണാഫ്രിക്കയ്ക്ക് കഴിഞ്ഞുള്ളൂ. ദക്ഷിണാഫ്രിക്കയ്ക്ക് വേണ്ടി ക്ലാസൻ മികച്ച പ്രകടനം പുറത്തെടുത്തെങ്കിലും ടീമിനെ വിജയിപ്പിക്കാൻ അദ്ദേഹത്തിനായില്ല. 5 സിക്സറുകളടക്കം 27 പന്തിൽ നിന്നും 52 റൺസായിരുന്നു ക്ലാസൻ നേടിയത്. മില്ലറുടെയും ക്ലാസന്റെയും കൂട്ടുകെട്ട് ദക്ഷിണാഫ്രിക്കയെ വിജയിപ്പിക്കുമെന്ന് കരുതിയെങ്കിലും ഹർദിക് പാണ്ഡ്യ ക്ലാസിനെ പുറത്താക്കിയതോടെ ദക്ഷിണാഫ്രിക്കൻ സ്വപ്നങ്ങൾക്ക് മങ്ങലേക്കുകയായിരുന്നു. ബുംറയും ഹർദിക്കും ഹർഷദീപും അടങ്ങുന്ന ഇന്ത്യൻ ബൗളിംഗ് നിര വിജയം പിടിച്ചുവാങ്ങുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരിക്കൽ കൂടി ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ലോകത്തിന്റെ നെറുകയിൽ പാറിപ്പറന്നിരിക്കുന്നു.